നമസ്കാരം. വളരെ തിരക്കേറിയ ഒരു ജീവിതത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. രാവിലെ 4 മണിക്ക് എണീറ്റാൽ പണി തീരാൻ തന്നെ ഒരുപാട് സമയമെടുക്കും. എങ്കിൽ പോലും ചിലർ സ്നേഹപൂർവ്വം നിർബന്ധിക്കുമ്പോൾ ചില പരിപാടികളിൽ പങ്കെടുക്കാൻ പോകാറുണ്ട്. അത്തരത്തിൽ പങ്കെടുക്കുന്ന പരിപാടികളിൽ ഞാൻ നടത്തുന്ന പ്രസംഗങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാറുമുണ്ട്. എന്നെ ഇഷ്ടപ്പെടുന്ന മറുനാടനെ ഇഷ്ടപ്പെടുന്നവർക്ക് സമയമുണ്ടെങ്കിൽ അവർ ആ പ്രസംഗം കേൾക്കട്ടെ എന്നത് മാത്രമാണ് എൻ്റെ ഉദ്ദേശം. അടുത്ത കാലത്ത് ചെറുകോൽപ്പുഴ ഹിന്ദുമത സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് ഞാൻ നടത്തിയ ഒരു പ്രസംഗം ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടിരുന്നു. അതിനുശേഷം മറ്റൊരു ചടങ്ങിൽ കൂടി പങ്കെടുക്കുകയുണ്ടായി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് സമീപമുള്ള റൂബി അരീന ഹോട്ടലിൽ നടന്ന സേവാശക്തി ഫൗണ്ടേഷൻ്റെ ഒരു പരിപാടി. ആ പരിപാടിയിൽ നടത്തിയ പ്രസംഗമാണ് ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുമ്പിൽ ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. ഏതാണ്ട് അരമണിക്കൂർ നീണ്ട പ്രസംഗമാണ്. താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതിയാകും. എൻ്റെ ജീവിതത്തിലെ ചില കഥകളൊക്കെ പറഞ്ഞാണ് ഞാൻ ആ പ്രസംഗം മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഇതൊന്നും കരുതിക്കൂട്ടി ചെയ്യുന്നതല്ല. ചില പ്രത്യേക സാഹചര്യത്തിൽ അറിയാതെ മനസ്സിൽ നിന്ന് വരുന്നതാണ്. അതുകൊണ്ട് എന്നെ കൃത്യമായി ഫോളോ ചെയ്യുന്നവർക്ക് ഒരുപക്ഷെ ഈ കഥയൊക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെന്ന് വരാം. സേവാശക്തി ഫൗണ്ടേഷനെ കുറിച്ച് 1-2 വാക്കുകൂടി. CN മോഹനൻ എന്നു പേരുള്ള പത്തനംതിട്ട കോന്നി സ്വദേശിയായ ഒരാളാണ് ഇതിൻ്റെ സ്ഥാപകനും അതിന് മുമ്പോട്ട് കൊണ്ടുപോകുന്നതും. UAE ബിസിനസ് ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ സ്വത്തിൻ്റെ നല്ലൊരു ഭാഗം അദ്ദേഹം ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നു. പത്തനാപുരം ഗാന്ധി ഭവനിൽ വെച്ചാണ് ഞാൻ പരിചയപ്പെട്ടത്. ദൈവവുമായി ചേർന്ന് ബിസിനസ് ചെയ്യുന്നു എന്ന വിശ്വാസത്തിൽ ദൈവത്തിനുള്ളത് കൃത്യമായി കൊടുക്കുന്ന ഒരു മനുഷ്യനാണ് CN മോഹനൻ. തൻ്റെ കയ്യിലെ സമ്പാദ്യം മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുകയും അതിൽ മറ്റുള്ളവരെ കൂടി പങ്കെടുപ്പിക്കുകയും ചെയ്യുന്ന സേവാശക്തി ഫൗണ്ടേഷൻ 50 ക്യാൻസർ രോഗികൾക്ക് ചെറിയൊരു തുക വീതം കൊടുക്കുകയുണ്ട്. അതിലെനിക്ക് ഏറ്റവും ആകർഷകമായി തോന്നിയത് അവരുടെ ചെലവിനുള്ള പണമായി 1000 രൂപയും മറ്റുള്ളവർക്ക് അവർ കൊടുക്കാനുള്ള 1000 രൂപയും കൂടി ചേർത്താണ് ഈ സംഭാവന കൊടുത്തത് എന്നതാണ്. വളരെ വ്യത്യസ്തമായ വഴിയിലൂടെ സഞ്ചരിക്കുന്ന മോഹനൻ ചേട്ടന് നന്ദിയും അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. ഞാൻ നടത്തിയ അരമണിക്കൂറോളം നീണ്ട പ്രസംഗം താല്പര്യമുള്ളവർ കേൾക്കുക. സേവാശക്തി ഫൗണ്ടേഷന്റെ ഭാരവാഹികളെ, ജീവിതത്തിൽ നന്മ ചെയ്തുകൊണ്ട് ഇതിന്റെ ഭാഗമായി ഇവിടെ നിൽക്കുന്ന പല വോളണ്ടിയേഴ്സ് ഉണ്ട്. അവരെ എല്ലാവരെയും ഒപ്പം ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം. സത്യത്തിലെ എനിക്കൊരു 10-12 വർഷം മുമ്പാണ് ഞാൻ കോന്നി മോഹനൻ സാറിനെ പരിചയപ്പെടുന്നത്. അത് പത്തനാപുരം ഗാന്ധി ഭവനിൽ വെച്ചാണ്. ഗാന്ധി ഭവനിൽ പന്തളം പോളിടെക്നിക്കിൽ പഠിച്ചവരുടെ അലുമിനി, അവരുടെ കൂട്ടായ്മ സാമ്പത്തിക സഹായം ചെയ്യുന്ന ഒരു ചടങ്ങിലേക്ക് യാദൃച്ഛികമായി ഞാൻ ക്ഷണിക്കപ്പെട്ടു. അന്ന് ഈ പന്തളം ഗ്രൂപ്പിൽ എന്നെ അറിയാവുന്ന ഒരേ ഒരാൾ ജഗദീഷ് നായർ എന്ന് പറയുന്ന കോട്ടയം കല്ലറക്കാരനാണ്, ഇംഗ്ലണ്ടിലായി. അന്ന് ഞാൻ അവിടെ ബ്രിട്ടീഷ് മലയാളി എന്ന് പറയുന്ന ഒരു പത്രമൊക്കെ തുടങ്ങി, പിന്നീട് മറുനാടൻ മലയാളം തുടങ്ങിയത് കൊണ്ട് അദ്ദേഹത്തിന് അറിയാവുന്നത് കൊണ്ട് എന്നെ വിളിച്ചു. എനിക്കൊന്ന് 10-12 വർഷമായി തോന്നുന്നു ഞാൻ വീഡിയോ ഒക്കെ ചെയ്ത് ജനങ്ങൾ എന്നെ അറിയാൻ തുടങ്ങിയിട്ടില്ല. അന്ന് എന്നോട് അവിടെ എത്തിയ ചിലർ പറഞ്ഞിരുന്നു, ഇതൊരു പ്രത്യേക മനുഷ്യനാണ്, മറ്റു പലരെയും പോലെ അല്ല, പബ്ലിസിറ്റിയോട് യാതൊരു താല്പര്യവുമില്ല, എന്നാൽ ചെയ്യാനുള്ള ജോലിയൊക്കെ ചെയ്ത് കൃത്യമായി സമൂഹത്തിൽ ഇടപെടുന്ന ആളാണ്. പക്ഷെ പിന്നീട് ഞങ്ങൾ തമ്മിൽ ഒരു പരിചയവും ഉണ്ടായിരുന്നില്ല. ഏതാനും നാളുകൾക്ക് മുമ്പ് അദ്ദേഹം എന്നെ കൊണ്ട് ബന്ധപ്പെടുകയും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ക്ഷണിക്കുകയും ചെയ്തപ്പോൾ ആ പ്രോഗ്രാം ഫിക്സ് ചെയ്തിരുന്ന സമയത്ത് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല, ഞാൻ UK-യിലായിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, അയ്യോ അടുത്ത തവണ ആവട്ടെ എന്ന് വെച്ചു. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയത് പിന്നീട് എന്നെ വിളിച്ചു, ഞാൻ വന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നു, 1 മാസം മുമ്പ് ഈ പരിപാടി നടക്കേണ്ടതായിരുന്നു, എന്റെ അസൗകര്യം കൊണ്ട് മാറുന്നപ്പോൾ എനിക്ക് വലിയ വിഷമം തോന്നി. കാരണം ഈ 1 മാസം മുമ്പ് പണം കൈപ്പറ്റേണ്ട ആളുകൾ, വളരെ അത്യാവശ്യമുള്ള ആളുകൾക്ക് 1 മാസം ഞാൻ മൂലം വൈകിയല്ലോ എന്നുള്ളൊരു വിഷമം എനിക്ക് തോന്നി. അതിന് ഞാൻ ഈ പണം കൈപ്പറ്റിയവരോട് ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു. കാരണം എനിക്കിതിന് ഞാനില്ലെങ്കിൽ നടത്തത്തിലൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. എന്നെ അന്ന് വിളിച്ചു, ഞാൻ അന്നില്ലാത്തത് കൊണ്ട് ഞാൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പിന്നീട് ദിവസം വരാതുണ്ട്. മാത്രമല്ല ഞാൻ വളരെ സൂക്ഷിച്ച് വളരെ കരുതലോടെ മാത്രമാണ് പബ്ലിക് പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഒന്ന്, വെളുപ്പാങ്കാലത്ത് 3:30-4 മണിയാകുമ്പോൾ എണീറ്റ് തുടങ്ങുന്ന ഒരു യുദ്ധമാണ് എന്റെ ജീവിതം എന്ന് പറയും. ആകെ എന്റെ ജീവിതത്തിലെ റിലാക്സേഷൻ എന്ന് പറയുന്നത് വൈകുന്നേരം ഒരു 5 മണി മുതൽ 2 മണിക്കൂർ കൃഷിപ്പണി ചെയ്യുന്നത്. അത് മുടങ്ങാതിരിക്കും ഞാൻ പരമാവധി.
അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ തിരുവനന്തപുരം വിട്ട് പോകുന്നത് വളരെ കുറവാണ്. പ്രത്യേകിച്ച് വൈകുന്നേരത്തെ പരിപാടിയിൽ പങ്കെടുക്കുന്നത് വളരെ കുറവ്. എന്റെ കൃഷി വേണം, എനിക്ക് ഒരുപാട് കൃഷിയുണ്ട്. ഞാൻ തന്നെയാണ് കൃഷി ചെയ്യുന്നത്, പണിക്കാരെ വെച്ച് ചെയ്യിപ്പിക്കുന്ന അല്ല. എന്റെ ഏറ്റവും വലിയ റിലാക്സേഷൻ എന്ന് പറയുന്നത് ഈ കൊതുകടിയൊക്കെ കൊണ്ട് വേർത്ത് പണിയെടുക്കുന്നത്. അതെനിക്ക് ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. ആഴ്ച 5 ദിവസമെങ്കിലും നിർബന്ധവും ചെയ്യും, 7 ദിവസവും മിക്കവാറും ചെയ്യാൻ പറ്റാറുണ്ട്. പക്ഷേ അതൊരു വശം. രണ്ടാമത്തെ ഒരു കാരണം, നമ്മുടെ ഇന്നത്തെ കാലത്ത് വളരെ കരുതലോടെ വേണം നമ്മൾ ആളുകളോട് ഇടപെടാൻ. ഇപ്പൊ കണ്ടില്ലേ, 1000 കോടിയുടെ ഒരു തട്ടിപ്പുകാരൻ അനന്തകൃഷ്ണൻ ആയിട്ട് ഫോട്ടോ എടുക്കാത്ത ആരും കേരളത്തിൽ കാണത്തില്ല. ഭാഗ്യം, ഞാനൊന്നും ആ കെണിയിൽ പോയി തലവെച്ചില്ല. സകല മന്ത്രിമാരും സകല MP-മാരും ആനന്ദകുമാർ സാർ, സായിഗ്രാമിലെ ആനന്ദകുമാർ സാറിനെ പ്രതിയാക്കിയിരിക്കുന്നു. CSR ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ബൈക്കും, അത് ഓർക്കണം, സാധാരണ മനുഷ്യർക്ക് വേണ്ട ഇലക്ട്രിക് സ്കൂട്ടർ, തയ്യൽ മെഷീന്, പിന്നെ ലാപ്ടോപ്പ്. സാധാരണ മനുഷ്യർക്ക് വേണ്ട, എന്നാൽ അവർക്ക് താങ്ങാൻ കഴിയാത്ത വിലയേറിയ ഉൽപ്പന്നങ്ങൾ. അതാണ് അതിന്റെ പ്രത്യേകത. ഞാൻ ഒരു കാര്യം പറയട്ടെ, ആ തട്ടിപ്പുകാരനോട് എനിക്ക് വലിയ ബഹുമാനമുണ്ട്. കാരണം 26 വയസ്സവനായിട്ടുള്ളൂ. 26 വയസ്സ്. സാധാരണ നമ്മളിങ്ങനെ മണി ചെയിൻ മോഡൽ ബിസിനസ് ചെയ്യുന്നവരെയൊക്കെ നമുക്കിവിടെ സ്ഥിരം പതിവാണ്. സ്വർണ്ണ ചേര എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്ന മനുഷ്യരുള്ള നാട്ടില്, അടിക്കാത്ത ലോട്ടറി കിട്ടുമെന്ന് കരുതുന്ന മനുഷ്യരുള്ള നാട്ടില്, അപേക്ഷിക്കാത്ത ജോലി കിട്ടുമെന്ന് കരുതുന്ന മനുഷ്യരുള്ള നാട്ടിൽ തട്ടിപ്പൊരു പ്രശ്നമില്ല. പക്ഷേ വിശ്വസിപ്പിക്കാൻ പറ്റുന്ന തരത്തിൽ ഏതാണ്ട് 1000 കോടി രൂപ ഇവിടെ പിണറായി വിജയൻ മുതൽ മോദി വരെയുള്ള ആളുകളുമായി ഫോട്ടോ എടുത്ത് നടത്താൻ കഴിയുമെന്ന് ഞാൻ മിടുക്കാണ്. തട്ടിപ്പാണ് നടത്തിയെങ്കിൽ, ഇദ്ദേഹം പറഞ്ഞ മാതിരി അസുരനെയാണ് സേവിച്ചതെങ്കിലും മഹാമിടുക്കനാണ് അദ്ദേഹം. ഭഗവാനെ ആയെന്ന് സേവിച്ചിരുന്നെങ്കിൽ എന്ത് സംഭവിക്കായിരുന്നു, നാടിന് എന്ത് വെളിച്ചം കിട്ടും. കാരണം അത്രയ്ക്ക് മിടുക്കൻ. 26 വയസ്സേ ഉള്ളൂ. ഞാൻ ഇന്ന് അതിനെ കുറിച്ച് അന്വേഷിച്ചു പോയപ്പോ എനിക്ക് ബഹുമാനം തോന്നി. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ അവൻ കൂൺ കൃഷി പഠിച്ചിട്ട് ക്ലാസ് എടുക്കാൻ പോവായിരുന്നു. കൂൺ കൃഷി അവന് വലിയ കൈവരിയായിരുന്നു. 10ാം ക്ലാസ് പഠിക്കും. പക്ഷെ 19ാമത്തെ വയസ്സായപ്പോ തട്ടിപ്പിനകത്തായി, അതാണ് കാര്യം, ജയിലിലായി. അവന്റെ കഴിവിനെ അവൻ തിരിച്ചുവിട്ടത് അസുരന്റെ അടുത്തേക്കായി പോയി. അപ്പം ഇത് തിരിച്ചറിയാൻ കഴിയത്തില്ല എന്നൊരു ചോദ്യമുണ്ട്. ഒരുപക്ഷെ എന്റെ അടുത്ത് എത്തിയിരുന്നെങ്കിൽ ഞാൻ തിരിച്ചറിയുമായിരുന്നു. ഖേദപൂർവ്വം പറയട്ടെ, അണ്ട് ഞാൻ പരിചയപ്പെട്ട കോന്നി മോഹനൻ ആണ് ഇദ്ദേഹം എന്ന് എനിക്കറിയത്തില്ല. എന്നെ വിളിച്ചപ്പോ ഞാൻ എന്റേതായ ഇത് ഒരുപാട് അന്വേഷിച്ചു. എന്നിട്ടാണ്, കാരണം ഈ ചാരിറ്റി എന്ന് കേൾക്കുമ്പം ഇന്നത്തെ കാലത്ത് കേരളത്തിലെ അവസ്ഥ എല്ലാവർക്കും ഒരു പുച്ഛമാണ്. എനിക്ക് ഏറ്റവും സങ്കടമുള്ള കാര്യം അതാണ്. ഞാൻ ഇംഗ്ലണ്ടിൽ ജീവിച്ചതാണ്. ഞാൻ അവിടെ ആയിരുന്ന കാലത്ത് ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷൻ എന്ന പേരിൽ ഒരു ചാരിറ്റി തുടങ്ങി. അവിടെ ചാരിറ്റി ചെയ്യുന്നവരും ചാരിറ്റി നടത്തുന്നവരും ആദരിക്കപ്പെടും. കാരണം ചാരിറ്റിയുടെ പേരിൽ ഒരു പൈസ വെട്ടിച്ചാൽ ചാരിറ്റി കമ്മീഷന്റെ മേൽനോട്ടമുണ്ട്, കൃത്യം കണക്ക് കൊടുക്കണം, ഇൻസ്പെക്ഷൻ വരും. എവിടെയെങ്കിലും 1 രൂപയുടെ മാൽ പ്രാക്ടീസ് ഉണ്ടായാൽ അത് ദേശീയ വാർത്തയാണ്. ഞാൻ 1 പൗണ്ട് വെട്ടിച്ചാൽ നാഷണൽ ചാനലുകൾ വാർത്ത വരും, എന്റെ കുരിഞ്ഞിരിക്കുന്ന പടസഹിത. അപ്പൊ തന്നെ ജയിലിലോ. അതുകൊണ്ട് ഒരുത്തനും തട്ടിപ്പിന് വേണ്ടി ചാരിറ്റി ഉപയോഗിക്കത്തില്ല, അത്ര സ്ട്രിക്റ്റ് ആണ്. ഞങ്ങൾ ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷൻ തുടങ്ങി ഈ 12 വർഷമായി ചാരിറ്റി ഫൗണ്ടേഷൻ തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു 12-13 കോടി രൂപ ഞങ്ങൾ അർഹതപ്പെട്ടവർക്കായിട്ട് കൊടുത്തു. 12-13 കോടി രൂപ. പക്ഷെ ഇപ്പൊ ഞങ്ങൾക്ക് ഒരു സങ്കടമുണ്ട്. ഇപ്പോഴും ഞങ്ങൾ വലുതായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലേക്ക് വിദേശ ഫണ്ട് വരികയും ആ വിദേശ ഫണ്ട് ദുരുപയോഗിക്കുകയും ചെയ്തതുകൊണ്ട് മോദി സർക്കാർ വന്നതിന് ശേഷം പതിയെ പിടിമുറുക്കി ഇപ്പൊ വിദേശത്ത് നിന്ന് ഫണ്ട് എത്താൻ ഒരുപാട് നൂലാമാലകളാണ്. ഇപ്പൊ വിദേശ ഫണ്ട് എന്ന് പറയുമ്പോൾ ഞങ്ങൾ വിദേശ ഏജൻസികളോട് വാങ്ങുന്ന പണമല്ല. ബ്രിട്ടീഷ് മലയാളി എന്ന് പറയുന്ന ഒരു ന്യൂസ് പോർട്ടൽ അവിടെ ഉണ്ട്. 10-15-17 കൊല്ലം മുമ്പ് ഞാൻ UK-യിലായിരുന്നപ്പോൾ തുടങ്ങിയത്. അതിന്റെ തുടർച്ചയാണ് പറഞ്ഞതാണ് മലയാളം. അപ്പൊ ആ പത്രം വായിക്കുന്നവരാണ് UK-യിലുള്ള സകല മനുഷ്യരും. ആ പത്രത്തിലൂടെ വാർത്ത കൊടുക്കുമ്പോൾ UK-യിലെ മലയാളികൾ അവർ ജോലി ചെയ്ത് കിട്ടുന്ന പണത്തിന്റെ ഒരു വിഹിതം തരുന്നതാണ് ഞങ്ങളുടെ ചാരിറ്റി. അല്ലാതെ വിദേശ ഏജൻസികളോട് വാങ്ങുന്നതല്ല. അവിടെ വേറെ ഗുണപടിയുണ്ട്. ഈ ചാരിറ്റിക്ക് വിശ്വാസമുള്ളത് കൊണ്ട് നികുതി അടയ്ക്കുന്ന ഒരുത്തൻ 1 പൗണ്ട് സംഭാവന ചെയ്താൽ ആ ചാരിറ്റിയുടെ അക്കൗണ്ടിലേക്ക് 1.25 പൗണ്ട് കിട്ടും. അതായത് ആ നികുതി സർക്കാരിക്ക് തരും. അപ്പൊ എല്ലാ ചാരിറ്റികളും കിട്ടുന്ന പണം കുറച്ച് ചെലവാക്കാൻ ഉപയോഗിക്കും. പക്ഷെ ഞങ്ങൾ ചെയ്തിരിക്കുന്നത് ഈ ട്രസ്റ്റിൽ ആരെങ്കിലും വരണമെങ്കിൽ 10 പൗണ്ട് വെച്ച് മാസം അടയ്ക്കണം. ഞാൻ 17 വർഷമായിട്ട് 12 വർഷമായിട്ട് അടയ്ക്കും, തുടങ്ങിയതുപോലെ അടയ്ക്കുന്നുണ്ട്. അങ്ങനെ ഒക്കെ പറ്റൂ. ഇതിന് ചടങ്ങ് നടത്തണമെങ്കിൽ 1 രൂപ പോലും
ഈ ട്രസ്റ്റ് ചെയ്തെടുക്കാൻ പാടില്ല. കിട്ടുന്ന പണവും അതിന് 25% ആർക്കു വേണ്ടിയാണോ നമ്മൾ ശേഖരിക്കുന്നത് അവർക്ക് കൊടുക്കണം. 1 രൂപ പോലും, ആകെപ്പാടെ 300 പൗണ്ട് അക്കൗണ്ടിങ് ഫീസ് ഒരു വർഷം. അത് അതിൽ നിന്ന് എടുത്തില്ലെങ്കിൽ സംശയമാകും നമ്മൾ എന്തോ തട്ടിപ്പ് നടത്തുന്നു. അതുകൊണ്ട് ഈ 300 പൗണ്ട് മാത്രം ഞങ്ങള് അക്കൗണ്ടിങ് ഫീസ് കൊടുക്കുന്നുള്ളൂ. 1 രൂപ പോലും എടുക്കാറില്ല. ഒരു ചടങ്ങിലും ഞങ്ങള് പണം ചെലവഴിക്കാറില്ല. പക്ഷെ ഇപ്പൊ ഞങ്ങൾ നേരിടുന്ന പ്രശ്നം, പണ്ടെന്ന് ഞങ്ങൾ കൂടുതൽ പണം കൊടുക്കുന്നത് ഇപ്പൊ ഇതുപോലുള്ള രോഗികളെ, ആസിസ് രോഗികളെ, നേഴ്സിംഗ് പഠിച്ചിട്ട് പഠനം പൂർത്തിയാക്കാൻ കഴിയാത്ത കുട്ടികൾ. അതിന്റെ കാരണമുണ്ട്. ഈ നേഴ്സിംഗ് പഠനം പൂർത്തിയാക്കി നമുക്ക് ജോലി കിട്ടും. അത്തരം കുട്ടികളെ, അങ്ങനെ പാവപ്പെട്ട ആളുകളെയാണ് ഞങ്ങൾ സഹായിച്ചുകൊണ്ടിരുന്നത്. 50,000 രൂപ, 1 ലക്ഷം രൂപ, 5 ലക്ഷം രൂപ, 10 ലക്ഷം രൂപ കൊടുക്കുമായിരുന്നു. പക്ഷേ വ്യക്തിക്ക് ഇത് കൈപ്പറ്റാൻ കുഴപ്പമൊന്നുണ്ടായിരുന്നു. ഒരു പാവപ്പെട്ട മനുഷ്യൻ, ജീവിക്കാൻ നിവൃത്തിയില്ലാത്തവൻ, ഞങ്ങൾ ബ്രിട്ടീഷ് മെഡിക്കൽ ചാരിറ്റബിൾ ഫൗണ്ടേഷൻ ചെക്ക് കൊണ്ട് കൊടുത്താൽ അവനവന്റെ ബാങ്കിൽ കൊണ്ട് കൊടുത്താൽ 40 ദിവസത്തിനകം ആ പണം വരും, ഒരു കുഴപ്പമില്ല. പക്ഷെ ഇന്ന് സംഘടനയ്ക്ക് പണ്ട് കൊണ്ടത് ഈ FCR രജിസ്ട്രേഷൻ വേണം. പക്ഷെ ഇന്ന് വ്യക്തിക്ക് പണം കൊടുത്താലും ബാങ്കുകൾ അത് മേടിക്കുന്നത് അവർക്ക് പേടിയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പോ ഇവിടെ ആരെയും സഹായിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ UK തന്നെ ഒരുപാട് മലയാളികളെ കഴിഞ്ഞ ഒരു 3-4 കൊല്ലം UK എത്തി. നമുക്കറിയാം ഒരുപാട് സമ്പന്നരൊന്നുമല്ല, എങ്ങനെയെങ്കിലും രക്ഷപ്പെടുമെന്ന് കരുതി സ്റ്റുഡന്റ് വിസയിൽ മറ്റു എത്തിയിട്ടുണ്ട്. പക്ഷെ പലരും മരിക്കും. എന്നത് ജീവിത രീതി കൊണ്ടാണ്. ഇന്നും രാവിലെ ഒരു മരണ വാർത്ത വന്നു. ആഴ്ചയിൽ ഒരു 2 പേരെങ്കിലും മലയാളികൾ കുഴഞ്ഞു വീണ് മരിക്കുന്നുണ്ട് അവിടെ. മലയാളികൾ, എനിക്കറിയില്ല അതിന്റെ പശ്ചാത്തലം എന്താണ്. ഇവരുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുക്കും. ഒരു മിനിമം 5 ലക്ഷം രൂപ ചെലവാകും മൃതദേഹം എത്താൻ. പലപ്പോഴും അവരുടെ കൂടെ ആരെങ്കിലും ഉണ്ട് അവർക്കും. ഞങ്ങൾ ഈ അടുത്ത കാലത്ത് 5 പേർക്ക് ടിക്കറ്റ് എടുത്ത് കൊടുത്ത് ഏതാണ്ട് 10-12 ലക്ഷം രൂപ മുടക്കാണ്. അപ്പൊ ഇപ്പൊ ഞങ്ങൾ പ്രധാനമായിട്ട് ചെയ്യുന്നത്, അവിടെ ഒരു മരണം സംഭവിച്ചാൽ അല്ലെങ്കിൽ അവിടെ ഒരു ആവശ്യം വന്നാൽ അവർക്ക് കൊടുക്കാം. പക്ഷെ അങ്ങനെ ഒരുപാട് ആവശ്യങ്ങളുണ്ട്. പക്ഷെ ഈ നാട്ടിലുള്ളവരെ സഹായിക്കാൻ കഴിയുന്നില്ല. നിയമത്തിന്റെ ഒരു കാർക്കശ്യമാണ്. അതിലെനിക്ക് സങ്കടമുണ്ട്. അതേസമയം മറ്റൊരു ചോദ്യം കൂടി പ്രസക്തമാകും. അപ്പൊ ഞാനിത് പറയുമ്പോൾ, ഞാൻ ഈ ഗാന്ധി ഭവനുമായിട്ട് മോഹൻ സാറുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോ ഗാന്ധി ഭവനിൽ വെച്ചായിരുന്നു ഈ ഫണ്ട് വിതരണം നടത്തിക്കൊണ്ടിരുന്നത്. കാരണം നമുക്ക് ഒരു രൂപ ചെലവില്ലല്ലോ. ഗാന്ധി ഭവനിൽ എല്ലാ സംവിധാനവും ഉണ്ട്, അവിടെ ആളുകൾ വരും, അങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നത്. ഗാന്ധി ഭവനെ സഹായിക്കാൻ കഴിയുന്ന വിധത്തിൽ ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു ചോദ്യം ഉണ്ടാവും, ഇപ്പൊ മറുനാടൻ മലയാളിക്ക് ഇത്രയധികം സ്വാധീനമുണ്ട്, ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമുണ്ട്, മറുനാടനെ സഹായിച്ചുകൂടെ? ഈ ചോദ്യം സ്വാഭാവികം. ഞാൻ അങ്ങനെ ആഗ്രഹിച്ചു. പലരുടെയും സാഹചര്യം ഉണ്ടാകുമ്പോൾ അവരുടെയൊക്കെ അക്കൗണ്ട് നമ്പർ കൊടുത്തിട്ട് പറയും. പക്ഷെ ഇത് ഈ വാർത്ത വളരെ സെൻസേഷണൽ ആണെങ്കിൽ അവർ അർഹിക്കുന്നതിൽ കൂടുതൽ പണം കിട്ടും. ഒരു പോലീസ് ഓഫീസർക്ക് മുഖ്യമന്ത്രിയുമായിട്ടുള്ള ഭിന്നത മൂലം പെൻഷൻ നിഷേധിച്ചിരിക്കുന്നു. ദളിത് വിഭാഗത്തിൽപ്പെട്ട പോലീസ് ഓഫീസർ ആയിരുന്നു, പെൻഷൻ നിഷേധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ അയാൾ പട്ടിണിയിലാണെന്ന് പറഞ്ഞ് ഞാൻ വളരെ വിശദമായി വീഡിയോ ചെയ്തിട്ട് സഹായിക്കാൻ പറഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തിന് പെൻഷനൊക്കെ പിന്നെ കിട്ടേണ്ടതെന്ന് പറഞ്ഞു. 1.25 കോടി രൂപയാണ് ജനങ്ങൾ കൊടുത്തത്. നമുക്ക് അയാളുടെ അക്കൗണ്ടിൽ പോയ പൈസ ഇങ്ങോട്ട് തരുമെന്ന് പറയാൻ പറ്റുമോ? അത് മറ്റാർക്കും കൊടുക്കാൻ പറ്റുമോ? അതുകൊണ്ട് അതും നിർത്തി. കാരണം അർഹതയിൽ കൂടുതൽ പണം കിട്ടുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്ന് മാത്രമല്ല വളരെ കാര്യത്തിൽ. കാരണം മറുനാടനെ വിശ്വസിച്ച് ആളുകൾ പണം കൊടുക്കുമ്പോൾ അത് കൃത്യമായി ആവശ്യത്തിന് മാത്രം കൊടുക്കും, അത് നിർത്തി. അങ്ങനെ ഞാൻ ആവാസ് എന്ന പേരിൽ ഒരു ചാരിറ്റി രജിസ്റ്റർ ചെയ്തു. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു വളരെ കൃത്യമായി, നമുക്ക് ഒരുപാട് പേര് വരും, കൊടുക്കാൻ പറ്റത്തില്ല, വളരെ കൃത്യമായി വളരെ നമ്മൾ അന്വേഷിച്ചിട്ട് ഉറപ്പുള്ള ഒരാൾക്ക് നമ്മൾ ഇത് ചെയ്യുക. എന്നിട്ട് ഈ ചാരിറ്റിയുടെ അക്കൗണ്ടിലേക്ക് പണം ഇടുക. ഈ അക്കൗണ്ടിൽ നിന്ന് പണം കൊടുക്കുക. ഇതിന്റെ കണക്ക് കൃത്യമായി ബോധ്യപ്പെടുത്തുക ജനങ്ങൾക്ക്. അതായത് ഈ ആവാസിൽ പണം കൊടുക്കുന്നവരെയൊക്കെ അംഗങ്ങളായി കരുതിക്കൊണ്ട് അവർക്ക് സ്റ്റേറ്റ്മെന്റ് അങ്ങനെ സുതാര്യമായി ചെയ്യാമെന്ന് തീരുമാനിച്ചു. 3-4 കേസ് ചെയ്തു, പണം കിട്ടി, കൊടുത്തു. പക്ഷേ ഒരു നിയമപ്രശ്നം ഉണ്ടായി. ഈ നാട്ടിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു ചാരിറ്റി സംഘടനയിലേക്ക് പണമിടുന്ന ഓരോ വ്യക്തിയുടെയും അഡ്രസ്സും പാൻ നമ്പരും നമ്മൾ സബ്മിറ്റ് ചെയ്യണം സർക്കാരിന്. ഇത് കൊടുത്തില്ലെങ്കിൽ ഒരു ട്രാൻസാക്ഷന് 10,000 രൂപ വീതം പിഴ കൊടുക്കേണ്ടി വരും. ഞാൻ ആ പരിപാടി നിർത്തി. കാരണം ക്രൗഡ് ഫണ്ടിങ്, ജനങ്ങൾ എവിടെ നിന്നോ പണം തരും, നമുക്ക് എങ്ങനെ ശേഖരിക്കാൻ പറ്റും? ലോകത്തുനിന്ന് എവിടത്തേക്ക് നാനാഭാഗത്തുനിന്നും ഷാജൻസ് കറിയാ പറഞ്ഞു കൊടുത്തേക്കാന്ന് പറഞ്ഞ് പണം കൊടുക്കുക. എങ്ങനെ കണ്ടെത്താൻ കഴിയും ഇവരുടെ പാൻ നമ്പർ? ചിലർക്ക് പാൻ നമ്പർ ഉണ്ടാവത്തില്ല, ചിലർക്ക് അഡ്രസ് ഉണ്ടാവും. നമ്മൾ എങ്ങനെ കണ്ടെത്താൻ കഴിയും? വളരെ കഷ്ടപ്പെട്ട് അത്രയും കിട്ടിയതിന്റെ കണക്കൊക്കെ തപ്പിയെടുത്ത് അഡ്രസ്സൊക്കെ സംഘടിപ്പിച്ച് പാൻ നമ്പറൊക്കെ സംഘടിപ്പിച്ച് അല്ലാത്തൊരു കുറച്ച് പിഴയൊക്കെ അടച്ച് ആ പരിപാടി അവസാനിപ്പിച്ചു. കാരണം എന്റെ പിന്നാലെ, മറുനാടന്റെ പിന്നാലെ ഒരുപാട് സ്നേഹിതന്മാർ നടക്കുന്നുള്ളത് കൊണ്ട് ബാക്കി ആളുകൾക്കൊന്നും കുഴപ്പമില്ലായിരിക്കും.
ഒരുപാട് സ്നേഹിതന്മാർ പിന്നാലെ നടക്കുന്നത് കൊണ്ട് സൂക്ഷിച്ച് ചെയ്തില്ലെങ്കിൽ പണി കിട്ടും എന്നതുകൊണ്ട് അത് അവസാനിപ്പിച്ചു. എന്ന് മാത്രമല്ല, ധാരാളം ചാരിറ്റിക്കാരെ ഞാൻ കാണാറുണ്ട്. പലരും എൻ്റെ അടുത്ത് വരാറുണ്ട്. എനിക്ക് പേടിയാണ്. കാരണം ഇപ്പൊ ഈ വളരെ എളുപ്പമാണ് ചാരിറ്റി തട്ടിപ്പ് നടത്താൻ. എനിക്ക് പരിചയമുള്ളവർ തന്നെ ഞാൻ കൈയോടെ പൊക്കിയതാണ്. നമ്മൾ വളരെ വികാരഭരിതനായി ഒരാളെ അവതരിപ്പിക്കുന്നു. ആ വികാരഭരിതനെ അവതരിപ്പിക്കുമ്പോൾ നമ്മുടെ വിശ്വാസ്യത കൊണ്ടും നമ്മുടെ വികാരം കൊണ്ടും ആ രോഗിയുടെ അവസ്ഥ കൊണ്ടും ഇഷ്ടംപോലെ പണം കിട്ടും. ഈ പണം സുതാര്യമാണ്. നമ്മൾ അവരുടെ അക്കൗണ്ടിലേക്ക് വരും, നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഈ അക്കൗണ്ടിൽ ഒരു 25 ലക്ഷം രൂപ വന്നു. അപ്പൊ അവരുമായി ധാരണയെത്തുക, അതിൽ 15 എടുത്തിട്ട് 10 എനിക്ക് തരണം എന്ന് പറഞ്ഞാൽ ഈ 15 കിട്ടിയവൻ ആരോടെങ്കിലും പറയത്തില്ല. അവന് വെറുതെ 15 കിട്ടിയതാ. അതുകൊണ്ട് അവൻ ആരോടും പറയത്തില്ല. ഇത്തരം തട്ടിപ്പ് സാധ്യതകൾ ധാരാളം ഉള്ളത് കൊണ്ട് ഞാൻ വളരെ ജാഗ്രതയോടെയാണ് ഇത്തരം കാര്യങ്ങൾ ഇടപെടുന്നത്. പൊതുവെ ചാരിറ്റി എന്ന് പറഞ്ഞാൽ അകലം പാലിച്ചു നിൽക്കുന്ന ആളാണ്. പക്ഷെ ഇദ്ദേഹം ഞാൻ പങ്കെടുക്കണം എന്ന് അദ്ദേഹത്തിന് വലിയ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞപ്പോ തിരുവനന്തപുരത്താണ്. ഞാൻ ചെറുതായിട്ട് അത് അന്വേഷിച്ചപ്പോൾ ഞാൻ കേട്ടത് മുഴുവൻ നല്ല കാര്യമാണ്. അപ്പൊ തന്നെ ഞാൻ ശരി വരാം എന്റെ ചില ആശങ്കയൊക്കെ അറിയിച്ചു. അതിനൊക്കെ അദ്ദേഹം പരിഹാരം ഉണ്ടാക്കി. ഞാൻ പിന്നെ ചെറുതായിട്ട് ഈ ദിവസം ചെല്ലും തോറും ഞാൻ ചെറുതായിട്ട് അന്വേഷിച്ച് നോക്കി. എനിക്ക് അത്ഭുതം തോന്നി. ഇത്തരം മനുഷ്യരൊക്കെ ഈ ലോകത്തുണ്ടോ ആരും അറിയാതെ. കാരണം 50,000 രൂപ കൊടുത്ത എനിക്കറിയാം നമ്മുടെ നാട്ടിൽ 50,000 രൂപ കൊടുത്തിട്ട് 5 ലക്ഷം രൂപയുടെ പബ്ലിസിറ്റി എടുക്കുന്ന വലിയ പ്രാഞ്ചേട്ടന്മാരുണ്ട്. അവരെ ആദരിക്കാൻ വലിയ ചടങ്ങുകൾ നടക്കും. മുഖ്യമന്ത്രിമാരെ, മന്ത്രിമാരെ, പ്രതിപക്ഷ നേതാവ് സകലരും കൂടും. വലിയ ആഘോഷം. പത്രങ്ങളെല്ലാം വാർത്ത കൊടുക്കും. അവർക്ക് ഈ ആഘോഷം കൊണ്ട് അനധികൃതമായ പല സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാവും. അവരാവട്ടെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാതെ പീഡിപ്പിക്കും. അവർ പരാതിപ്പെട്ടാൽ ഈ പത്രങ്ങൾ വാർത്ത കൊടുക്കത്തില്ല, ഈ രാഷ്ട്രീയക്കാർ കേസെടുക്കത്തില്ല, ഈ പോലീസ്, അങ്ങനത്തെ ആളുകൾ ഒരുപാട് പേരെ കാണുന്ന ആളാണ്. പക്ഷെ അവർ വലിയ നന്മമരങ്ങളായിരിക്കും. ആരാധകർ ഒരുപാടുണ്ടാവും, ഫാൻസ് ഉണ്ടാവും. അവരെ വിമർശിച്ച മറുനാടൻ കാശ് കിട്ടാത്താണെന്ന് പറയും. പക്ഷെ ഇതൊക്കെ രേഖകൾ സഹിതം പറയും. അവിടെയാണ് മോഹനൻ എന്ന് പറഞ്ഞൊരു മനുഷ്യൻ തന്റെ സമ്പാദ്യം അത് തനിക്ക് മാത്രമുള്ളതല്ല എന്ന ഉത്തമ ബോധ്യത്തോടെ അർഹതപ്പെട്ടവരെ കണ്ടെത്തി കുറച്ച് കൊടുക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞു. ഞാന് പുനലൂർ സോമരാജൻ സാറിനെ ഇന്ന് വിളിച്ചു. ഞാൻ എല്ലാം കൺഫേം ചെയ്തു. ചുമ്മാ കാരണം അവിടെ വെച്ചാണല്ലോ കണ്ടത്. എന്നോട് പുനലൂർ സോമരാജൻ എന്ന് പറയുന്നത് ഗാന്ധി ഭവന്റെ ജനറൽ സെക്രട്ടറി. ഇന്ന് പത്രത്തിൽ വാർത്ത കണ്ടു, സർക്കാർ അദ്ദേഹത്തിന് പത്മശ്രീക്ക് ശുപാർശ ചെയ്തിരുന്നത് കിട്ടിയില്ല. കിട്ടാൻ അർഹതയുള്ളയാണ്. ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, നമ്മുടെ കോന്നി മോഹനൻ സാറിന്റെ ഒരു പരിപാടിക്ക് ഞാൻ പങ്കെടുക്കും. ഉറപ്പായിട്ടും പങ്കെടുക്കണം എന്ന് പറഞ്ഞ് എന്നോട് കുറച്ച് സംസാരിച്ചു. അദ്ദേഹത്തിന്റെ ഒരു പോയിന്റ് എന്നെ വല്ലാതെ ആകർഷിച്ചു. അദ്ദേഹം എന്നോട് പറയാണ്, ഈ കോന്നി മോഹനൻ വലിയ ബിസിനസ്സുകാരാണ്. നിങ്ങൾ എത്ര പേർക്കറിയാം, ദുബായിലും അബുദാബിയിലും ഒരുപാട് ബിസിനസ് സംരംഭങ്ങളുള്ളതാണ്. ഇദ്ദേഹം അദ്ദേഹത്തിന്റെ പാർട്ണറായി കരുതുന്നത് ഭഗവാനെയാണ്, ഈശ്വരനെയാണ്. എന്റെ ബിസിനസ് പാർട്ണർ ഈശ്വരനാണ്. അപ്പൊ എന്റെ ലാഭവിഹിതത്തിന്റെ ഒരു ഭാഗം എന്നോട് സോമരാജൻ സാർ പറഞ്ഞ 50% എനിക്കറിയത്തില്ല, ഒരു ഭാഗം ദൈവത്തിനോടാണ്, കാരണം എന്റെ പാർട്ണറാണ് എന്ന് കരുതി ദൈവത്തിന് കൊടുക്കാൻ വേണ്ടി തന്റെ ലാഭം മാറ്റിവെക്കുന്ന മനുഷ്യനാണെന്ന് പറഞ്ഞ് ഞാൻ സ്തംഭിച്ചു പോയി. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ ഒരു ആവേശമായി ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു. മാത്രമല്ല, ഈ നൂലാമാലകളില്ലാതെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മൾ ജീവിക്കുന്നു. ഇപ്പൊ ഞാനൊരു സാധാരണ മനുഷ്യനാണ്. ഒരു അപ്പനും അമ്മയും ഒരു കൃഷിക്കാരനാണ്. അവിടെ ആകപ്പാടെ നമുക്ക് കൈമുതലായി പാരമ്പര്യമായി കിട്ടിയത് ധൈര്യം, ധീരതയാണ്. അപ്പന്റെ അമ്മയുടെ നിന്ന് കിട്ടിയതാ. നാട്ടുപുറത്ത് കൃഷിപ്പണികൾക്കൊക്കെ ജീവിച്ച ധീരത. അപ്പൊ ഈ ധീരത കൊണ്ട് ഞാനൊരു സാധാരണ മനുഷ്യനെ പോലെ തന്നെ എന്റെ ആയകാലം മുതൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത്, ചെറിയ കാര്യങ്ങളൊക്കെ പഠിക്കുന്ന കാലത്തൊക്കെ അല്ലെങ്കിൽ പഠനം കഴിഞ്ഞ് ഡിഗ്രി കാലത്തൊക്കെ ബസ്സിൽ കയറിയൊക്കെ വഴക്കുണ്ടാക്കുന്നതൊക്കെ ആയിരുന്നു സാമൂഹ്യ പ്രവർത്തനം. പുക വലിച്ചാൽ അവരെ ബോധവൽക്കരിക്കുക, അവരെ കൂടെ പുകവലി അവസാനിപ്പിക്കും. വഴിയിലൊരു ടാപ്പ് തുറന്നു കേട്ടാൽ ആ ടാപ്പ് അടച്ചു വെക്കുക, അല്ലെങ്കിൽ ആവശ്യമില്ലാത്തൊരു വിളക്ക് കത്തിക്കിടന്നാൽ ഓഫാക്കുക. ഒന്നും വേണ്ട. ഞാൻ ഇപ്പോഴും ഓർക്കുമ്പോൾ എനിക്ക് ചിരി വരാറുണ്ട്. ഞാൻ ഈ സ്റ്റാച്യു ജേർണലിസം പഠിക്കുന്ന സമയത്ത് ഞാൻ സമയം കിട്ടുമ്പോൾ അവിടെ കൊക്കോകോളയും പെപ്സിയും വിൽക്കുന്ന ഒരു കടയുടെ വാതിൽക്ക് പോയി നിൽക്കും. എന്നിട്ട് മേടിച്ചോണ്ട് പോകുന്നവരെ വിളിച്ച് ഉപദേശിക്കും, ഇതിന്റെ കുഴപ്പം എന്താണ്,
നിങ്ങൾ ഒരു വീട്ടിൽ ചെന്നിട്ട് പല്ല് പറഞ്ഞു പോകുമ്പോൾ ഒരു ഉപകാരം ചെയ്യണം, ഈ പല്ല് ഈ കൊക്കോക്കോളയ്ക്ക് പെപ്സിക്ക് അതിട്ടിട്ട് പിറ്റേ ദിവസം എടുത്ത് നോക്കണം, അത് ദ്രവിച്ചു പോകും. പല്ല് ദ്രവിക്കുന്ന സാധനം നിങ്ങൾ കുടിക്കാൻ നോക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ അത്ഭുതപ്പെട്ട് പോയിട്ടുണ്ട്. എന്റെ വർത്തമാനം കഴിഞ്ഞതിന് ശേഷം ഈ കൊക്കോക്കോള കളഞ്ഞിട്ട് പോയിട്ടുള്ള മനുഷ്യരുണ്ട്. അപ്പൊ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങ് ജീവിച്ചു പോയി. യാദൃച്ഛികമായി ഈ സത്യത്തിന്റെ യാത്രയിലൂടെ പോകുമ്പോഴാണ് ഈ ഓൺലൈൻ പോർട്ടൽ, ഞാൻ പത്രപ്രവർത്തകനായി DBA വർക്ക് ചെയ്തതിന് മുമ്പ് ഫ്രീലാൻസറായി ഒരുപാട് വർക്ക് ചെയ്തു, ആകാശവാണിക്ക് വേണ്ടിയിട്ട് പ്രോഗ്രാം, അങ്ങനെ കുറെ ഒരു കാലമുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ എന്റെ ഭാര്യയുടെ പഠനാർത്ഥം ബ്രിട്ടനിൽ ചെന്നു. അവിടെ ചെന്ന് എനിക്ക് ജോലി കിട്ടി. ജോലി ജീവിക്കുമ്പോഴും അസ്വസ്ഥതയുണ്ട്. കാരണം ഈ ഒരു ഫാക്ടറി വന്ന് പണിയെടുത്ത് അത് കിട്ടുന്ന കാശും കൊണ്ട് ഇങ്ങനെ ജീവിച്ച് എന്തിനാണ്? ഒന്നാമത് തണുപ്പ് അവിടെ അറിയാം. അപ്പൊ അങ്ങനെയാണ് ഞാൻ ബ്രിട്ടീഷ് മലയാളി എന്ന പേരിൽ ഒരു ഓൺലൈൻ പോട്ടെ 2007, 18 വർഷം മുമ്പ്. അന്ന് ഈ ഓൺലൈൻ ആകപ്പാടെ മനോരമയ്ക്കും ദീപികയ്ക്കും കേരളത്തിലേക്കും ഉള്ളൂ. മാതൃഭൂമി പോലും ആ സമയത്ത് തുടങ്ങിയിട്ടില്ല. അത് തുടങ്ങി, അത് വ്യത്യസ്തമായ രീതിയിൽ തുടങ്ങി. അവിടെ നിന്ന് മറുനാടൻ മലയാളത്തിൽ എത്തിയപ്പോൾ 10-100ഓളം ജീവനക്കാരുടെ ഒരു പ്രസ്ഥാനമായി മാറിയപ്പോൾ യാദൃച്ഛികമായി, അതായത് ഞാൻ കരുതാത്ത തരത്തിൽ ഇത് വളരെ സാമ്പത്തികമായും സക്സസ് ആയി. അത് ആരോടും പൈസ മേടിച്ചിട്ടോ പരസ്യം മേടിച്ചിട്ടോ അല്ല, സ്വാഭാവികമാണ്. ഇപ്പൊ കാരണം കാലം ഒരുപാട് മാറി. അതിന്റെ ഭാഗമായി ഈ ഡിജിറ്റൽ യുഗത്തിൽ ഡിജിറ്റൽ ഇൻകമാണ്. നമുക്ക് ആരെ കുറിച്ച് വാർത്ത എഴുതാം. കാരണം നമ്മൾ എന്തുകൊണ്ടാണ് പത്രങ്ങൾ എല്ലാ വാർത്തയും എഴുതാത്ത? അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അത് ഈ ഒരു സംവിധാനം ഇവരെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. ഇവരുടെ പരസ്യം കിട്ടുമ്പോൾ അവരൊരു കൂറ് കാണിക്കണം. ആ കൂറ് കാണിക്കുന്നത് രാഷ്ട്രീയക്കാർ. എന്തുകൊണ്ടാണ് രാഷ്ട്രീയക്കാർക്കെതിരെ, ഭരണകൂടത്തിനെതിരെ ആചരിക്കാത്തത്? അവർക്കൊക്കെ മറ്റ് ബിസിനസ്. അപ്പൊ ഈ എന്നെ സർക്കാർ വേട്ടയാടാൻ തീരുമാനിച്ചപ്പോ അവരാദ്യം ചെയ്തത് എന്നെയും ഞാനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സകലരുടെയും ബാങ്ക് അക്കൗണ്ടുകളും സംവിധാനങ്ങളും മരവിപ്പിച്ചിട്ട് അതിന് മുഴുവൻ ഡീറ്റെയിൽസ് എടുത്ത് പരിശോധിക്കും. അവർ ഞെട്ടിപ്പോയി. അവർ കരുതിയിരുന്നത് ആരെങ്കിലും ഒക്കെ ബ്ലാക്ക് മെയിൽ ചെയ്തോ എന്തെങ്കിലും ഉടായ്പ കാണിച്ചൊക്കെ കാശുണ്ടാവും. എല്ലാം കറക്റ്റ്. എന്റെ അക്കൗണ്ട് ബുക്കും ഞാൻ ടാക്സ് ഓഫീസിൽ കൊടുത്തിരിക്കുന്ന സാധനവും എന്റെ ബാങ്ക് ട്രാൻസാക്ഷൻ എല്ലാം കറക്റ്റാണ്. അവിടെയാണ് ഇവർ പൊളിഞ്ഞു പോയത്. അവിടെ ഒറ്റ കാരണം കൊണ്ടാണ് പൊളിഞ്ഞു പോയത്. അല്ലെങ്കിൽ അത് മതി അവർക്ക് പിടിച്ചിടാനായിട്ട്. അപ്പം ഇത്ര സൂക്ഷ്മതയോടെ ചെയ്യുന്നത് കൊണ്ടാണ്. എന്നിട്ടും എന്നോട് ഒരു എക്സൈസ് ഓഫീസർ പറഞ്ഞു, നിനക്കിട്ട് കിട്ടാൻ പോകുന്ന പണി ഞാൻ പറഞ്ഞു തരാം. നീ UK തിരിച്ചു വരുമ്പോൾ മദ്യം വല്ലതും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നീ വീട്ടിൽ കൊണ്ട് 3 കുപ്പി കൂടുതൽ വെച്ചാൽ നിന്നെ പൊക്കി വ്യാജമദ്യ വിൽപ്പന പറഞ്ഞ് കേസെടുക്കി ജാമ്യമില്ലാതാവുന്നു. നമ്മുടെ നാട്ടിലെ നിയമത്തിന്റെ ഒരു പ്രത്യേകതയാണ്. 4 കുപ്പി മദ്യം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ വ്യാജമദ്യ വിൽക്കാനേ പറ്റത്തുള്ളൂ. വെച്ചാൽ പ്രശ്നം. പക്ഷെ വിൽക്കുന്നവർ എഴുതാമല്ലോ. വിൽപ്പന എന്ന് പറഞ്ഞ് കേസെടുത്ത 10 വർഷം ചെയ്യുക. പക്ഷെ 950 ഗ്രാം കഞ്ചാവാണ് നിങ്ങളുടെ ഇരിക്കുന്നത്. അതായത് 1 കിലോയിൽ താഴെയാണ് കഞ്ചാവെങ്കിൽ പിടിച്ച അപ്പം തന്നെ 5000 രൂപ അടിച്ചപ്പെടും. ഇതാണ് നമ്മുടെ നിയമത്തിന്റെ വൈദ്യുതി എന്ന് പറയുന്നത്. 1 കിലോ 950 ഗ്രാം കഞ്ചാവ് കൊണ്ട് എത്ര മനുഷ്യരെ ലക്ക് കേൾക്കാം? 3 കുപ്പി മദ്യമുണ്ടോ 3.5 കുപ്പി മദ്യമുണ്ടോ വല്ലതും സംഭവിക്കുമോ? പക്ഷെ 10 വർഷം തടവാണ്, നാറ്റക്കേസ് നാണക്കേട്, മറ്റേതങ്ങ് വിടും. അപ്പൊ ഈ വിചിത്രമായ നിയമങ്ങൾക്കിടയിൽ ശ്വാസം മുട്ടിക്കാൻ ശ്രമിക്കുന്ന ഭരണകൂടത്തിനിടയിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കണമെങ്കിൽ ഒന്നേ ഉള്ളൂ, സത്യമായിരിക്കണം, പറയുന്നത് തന്നെയായിരിക്കണം ചെയ്യുന്നത്. അപ്പം സർക്കാർ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് ശ്വാസം മുട്ടിക്കാൻ ശ്രമിച്ചു. പറ്റാത്തത് എന്തുകൊണ്ടാണ്? പറയുന്നതൊക്കെ സത്യമാണ്. വ്യാജ വാർത്ത ഒരുപാട് പേര്, ഒരു MLA മറുനാടന്റെ ഇരകൾ കോണ്ടാക്ട് ചെയ്തെന്ന് പറഞ്ഞൊരു ഹെൽപ്പ് ലൈൻ തുടങ്ങിയിരുന്നു. എന്നിട്ട് പറഞ്ഞു ഒരുപാട് പേര് കോണ്ടാക്ട് ചെയ്ത് ഇപ്പൊ അവരെ അകത്താക്കുന്നു. ഇതെല്ലാം സംഭവിച്ചോ? കോണ്ടാക്ട് ചെയ്തൊക്കെ ആരാ? തട്ടിപ്പുകാരും വെട്ടിപ്പുകാരും. സത്യസന്ധമായി ജീവിക്കുന്ന മനുഷ്യർക്കാർക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അപ്പൊ ഈ പശ്ചാത്തലത്തിൽ ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ട്, ഇങ്ങനെ ഒരു നല്ല മനുഷ്യനാൽ നയിക്കപ്പെടുന്നു എന്ന് കേൾക്കുമ്പോൾ സന്തോഷമുണ്ട്. കാരണം അള്ളാഹുവിനെ വിശ്വസിക്കുന്ന, എന്നെ വിശ്വസിക്കുന്ന ആയിരക്കണക്കിന് ജനങ്ങൾ ഞാൻ പറഞ്ഞ സത്യമായിരിക്കും പറയുന്നത് എന്നതുകൊണ്ട് സഹായിക്കാൻ മനസ്സുള്ളവരുണ്ട്. പക്ഷെ അതിനൊരു പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം എന്റെ ചരിത്രം പറഞ്ഞത് തുടങ്ങിയതെല്ലാം ഭയം മൂലം മാറ്റും. ശരിക്കും പക്ഷേ സേവാശക്തി കുറച്ചുകൂടി ഞാൻ അന്വേഷിച്ചിട്ട് ഒരുപക്ഷെ സേവാശക്തി ഫൗണ്ടേഷൻ വഴി സഹായിക്കാൻ, പിന്തുണയ്ക്കാൻ സാധിച്ചത് വരാം. ഞാൻ അതിൽ കാരണം ഞാൻ പറയുന്നത് നമ്മുടെ വയനാട്ടിൽ ദുരന്തമുണ്ടായി. വല്ലാത്തൊരു വൈകാരികമായ അവസ്ഥയായിരുന്നു മലയാളികൾക്ക്. അന്ന് ചാടി ഇറങ്ങിയ സകലർക്കും പണം കിട്ടി. സർക്കാരിന് പണം കിട്ടി. 800 കോടിയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്നത്. സകല മാധ്യമ സ്ഥാപനങ്ങളും സകല സന്നദ്ധ സംഘടനകളും ഒക്കെ പണം പിരിച്ചു. കോടിക്കണക്കിന് കിട്ടി. കാരണം അത്
ആ സമയത്ത് ജനങ്ങളുടെ ഒരു വികാരം, ഈ വികാരത്തെ ഒരു പരിധി വരെ ചൂഷണം ചെയ്താണ്. തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. ഫണ്ട് ശേഖരിച്ചത് അതെന്തായി എങ്ങനെയായി ഒക്കെ പോട്ടെ, ഞാൻ അതിന്റെ രാഷ്ട്രീയം പറയുന്നില്ല, പോട്ടെ. ഞങ്ങൾ ഒന്നും ചെയ്തില്ല. കാരണം ഈ വികാര ആർത്തള്ളലിനിടയിൽ ഒന്ന് തൽക്കാലം ചെയ്യേണ്ടത് കരുതി 2-3 മാസം കഴിഞ്ഞ് വയനാട് പോയി അവിടുത്തെ അവസ്ഥ പഠിച്ച് നമ്മൾ ഞെട്ടി. ഇപ്പോഴും വളരെ ദയനീയമാണ് അവിടുത്തെ അവസ്ഥ. ദുരിതത്തിൽപ്പെട്ടവർക്ക് ദുരിതം. മരിച്ചവർക്ക് സർക്കാർ 10,000 രൂപ കൊടുക്കാന്ന് പറഞ്ഞു. മരിച്ചു എന്നുള്ള സർട്ടിഫിക്കറ്റ് 10,000 രൂപ കൊടുക്കാൻ പറ്റുന്നു. വാടക കൊടുക്കാന്ന് പറഞ്ഞു 6,000 രൂപ. ഈ 6,000 രൂപ ആ കിട്ടിയെങ്കിലായി അതായത് ആ മനുഷ്യരുടെ അവസ്ഥ ദയനീയമാണ്. പക്ഷെ ഈ ഫണ്ടെല്ലാം പലയിടത്തുനിന്ന് വന്നിട്ടുണ്ട്. സർക്കാരിന്റെ ഫണ്ട് ഇരിക്കുന്നു, സന്നദ്ധ സംഘടനകൾ കൊടുത്തിരിക്കുന്ന ഫണ്ടുണ്ട്, വീട് വെച്ചു. ഇതൊന്നും കോർഡിനേറ്റ് ചെയ്തില്ല. ഞാൻ അതിലേക്ക് രാഷ്ട്രീയമായി പോകുന്നത് കയറുന്നില്ല. ഞങ്ങൾ അവിടെ ചെന്നൊരു പരിശോധന, ചപ്പാത്തിലൊരു ശാന്തിഗ്രാം എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്, വളരെ നല്ല പങ്കജാക്ഷൻ നല്ലൊരു മനുഷ്യൻ നടത്തുന്നവർ, ഗാന്ധിയാണ്. അദ്ദേഹത്തിന്റെ സഹായത്തോടെ പുഞ്ചക്കരി രവി എന്ന് പറയുന്ന ഒരു വക്കീലുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു സഹായത്തോടെ ഞങ്ങൾ അവിടെ പോയി അന്വേഷിച്ചിട്ട് അതായത് 28 പേർക്ക് സാമ്പത്തിക സഹായം ചെയ്യാൻ തീരുമാനിച്ചു. അതിലൊരു മാനദണ്ഡം തെരഞ്ഞെടുത്തു. ഒന്നുകിൽ അച്ഛൻ അല്ലെങ്കിൽ അമ്മ ഇല്ലാത്തവരായിരിക്കും. കാരണം നമുക്ക് എല്ലാവർക്കും സഹായിക്കാൻ പറ്റത്തില്ല. അച്ഛനും അമ്മയും ഇല്ലാത്ത ഈ ദുരിതബാധിതരായ ആളുകൾക്ക് കൊടുക്കാൻ 28 പേരെ കണ്ടെത്തി. എന്നിട്ട് ഞങ്ങൾ UK മലയാളികളുടെ സാമ്പത്തിക സഹായം ചോദിച്ചു. ഞാൻ പോയി ആകാശച്ചാട്ടമൊക്കെ നടത്തിയിരുന്നു. ഞങ്ങൾ സ്കൈ ഡൈവിംഗ് നടത്തി. 30 പേര് സ്കൈ ഡൈവിംഗ്. ഞാനും പോയിരുന്നു. പേടിയായിരുന്നു. കണ്ണു അടച്ച് പോയി 10,000 അടി ചാടി. എനിക്കൊരു 10-12,000 അവിടെ ഒന്ന് ശേഖരിക്കാൻ പേടിയായിരുന്നു, പക്ഷെ ചാടി. അങ്ങനെയാണ് ഫണ്ട് ശേഖരിച്ചത്. എന്നിട്ട് ഞങ്ങൾ ഏതാണ്ട് 1,18,00,000 രൂപ ഈ വൈകാരിക കാലം കഴിഞ്ഞിട്ടതാണ് 1,18,00,000 രൂപ ശേഖരിക്കാൻ കഴിയും, അവിടെ കൊടുക്കാൻ കഴിയും. അപ്പോഴും ഒരു പ്രശ്നമുണ്ട്. ആ കൊടുത്തപ്പോൾ എത്രയോ തവണ പരിശോധിച്ച് പലരോട് ചോദിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോ അർഹതയില്ലാത്ത ചിലർക്ക് കിട്ടി എന്ന പരാതി, അർഹതയുള്ളവർക്ക് കിട്ടിയില്ല എന്ന പരാതി. ഈ സന്നദ്ധ സംഘടനകൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഇതാണ്. ഈ അർഹതയുള്ളവരെ തെരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ പാടാണ്. ഞങ്ങൾ നേരത്തെ ഇപ്പോഴാണല്ലോ ഇങ്ങോട്ട് വരാം. നേരത്തെ എടുത്ത് നമ്മള് നേഴ്സുമാരെ പഠിപ്പിക്കാനായിട്ട് പാവപ്പെട്ട കുട്ടികൾക്ക് പഠനം പൂർത്തിയാകുന്നില്ലെങ്കിൽ 25,000 രൂപ വെച്ച് തരാം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. 200 പേർക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. 200 പേർക്ക് 25,000 രൂപ വെച്ച് കൊടുക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾ അതിനെ വാർത്ത കൊടുത്തു. ഈ വാർത്ത കോപ്പി ചെയ്തിട്ട് സകല നേഴ്സിംഗ് കോളേജുകളിലും വാട്സാപ്പ് ഗ്രൂപ്പിൽ പോയിട്ട് ഞങ്ങൾക്ക് കിട്ടുന്നത് 4,000 അപേക്ഷ. നമ്മൾ എങ്ങനെ കണ്ടെത്തും ഈ 200 പേര്? എങ്ങനെ കണ്ടെത്തും? എന്നിട്ട് ഞാൻ ഇപ്പോൾ ഓർക്കുന്നു, ആ ഫണ്ട് വിതരണം സംഘടന ഒരുപാട് സംഘടിപ്പിച്ചു, പരിശോധിച്ചു. പഞ്ചായത്ത് മെമ്പറോടും പള്ളിയിലെ അച്ഛനോടും പൂജാരിയോടും ഒക്കെ ചോദിച്ച് സ്ഥിരീകരിച്ചിട്ടാണ് നമ്മൾ കണ്ടെത്തുന്നത്, പഞ്ചായത്ത് മെമ്പറോടും. പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം വെച്ചാൽ ഒരാളോട് ചെന്ന് പറയുമ്പോൾ ഈ പഞ്ചായത്ത് മെമ്പറോ പള്ളിയിലെ അച്ഛനോ ഒന്നും അവർക്ക് പൈസ ഇല്ലാന്ന് പറഞ്ഞാൽ അങ്ങനെ പറയുന്നത് കുറവാണ്. ഇപ്പൊ നമ്മൾ പെണ്ണ് കാണുമ്പോൾ പെണ്ണിന്റെ സ്വഭാവം അന്വേഷിക്കാൻ പോകുന്ന കാലം ഉണ്ടായിരുന്നു പണ്ട്. അറിയാവുന്ന ആരെങ്കിലും മോശമാണെങ്കിൽ പറഞ്ഞു കൊടുത്തില്ല, വെറുതെ ഞാൻ എന്തിനാ പണി കഴിക്കുന്നത്. ഇതായിരുന്നു അവസ്ഥ. ഈ പണം കൊടുക്കാൻ ചെന്ന സമയത്ത് എനിക്ക് വളരെ സങ്കടമുള്ള ഒരു കാഴ്ച ഉണ്ടായി. ഞാനൊരു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്കറിയത്തില്ലല്ലോ, ഈ പണം മേടിക്കാൻ വന്ന ഈ 25,000 രൂപ മേടിക്കാൻ വന്നത് വല്ല കാറിനൊക്കെ വന്ന് ഇറങ്ങി ഞങ്ങളവിടെ സാധാരണ ചോറും പരോട്ടയും സാമ്പാറും മേടിക്കുമ്പോൾ ബിരിയാണി ഒക്കെ മേടിച്ച് കഴിക്കുന്ന ആളുകളായിരുന്നു. നമ്മൾ കൊടുക്കാതിരിക്കാൻ പറ്റും. ഈവൻ വയനാട്ടിൽ കൊടുക്കുമ്പോൾ പോലും ആ കൊടുത്ത ഒരു കുട്ടി അർഹതയുള്ള ഒരാളാണ്. പക്ഷെ പെട്ടെന്ന് ദുരന്തത്തിൽ ഒരു താരമായി മാറുന്നു. അതുപോലെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ അവർക്ക് ഉദ്ഘാടനത്തിന് വിളിക്കുന്നു. എല്ലാവർക്കും പരിപാടികൾ ഇഷ്ടം പോലെ ഫണ്ട് സിനിമാക്കാരി എന്ന് കൊടുക്കുന്നു, ബിസിനസ്സുകാരി കൊടുക്കുന്നു, ഇഷ്ടം പോലെ കൂടുതൽ കിട്ടി. ഞങ്ങൾ കൊടുക്കുന്ന 5 ലക്ഷം രൂപയ്ക്ക് വിലയൊന്നുമില്ല, പണം മേടിക്കാൻ പോലും വന്നില്ല. ആ വേണേ അവർക്ക് ചെക്ക് കൊടുത്താമെന്ന് ആരാണ്ട് പറഞ്ഞു വിട്ടു എന്ന് അവസാനിച്ചു നോക്കി. ആ പണം എങ്ങനെ കൊടുക്കും? നമ്മൾ പ്രഖ്യാപിച്ചു പോയി, കൊടുക്കാതിരിക്കാൻ പറ്റുമോ? നമ്മൾ ഈ ലീഗൽ പ്രോബ്ലം നാളെ ഒരാളെ വഞ്ചിച്ചെന്ന് പറയത്തില്ലേ? ഇത് കഴിഞ്ഞിറങ്ങുമ്പം ഒരാളെ എന്നെ വന്ന് കാണും. എന്നോട് പറയാ, സാറേ നിങ്ങളിപ്പോ ഈ 5 ലക്ഷം രൂപ കൊടുത്ത ആളുണ്ടല്ലോ, കഴിഞ്ഞ ആഴ്ച എന്റെ കടയിൽ വന്ന് 1,40,000 രൂപയ്ക്ക് ഐഫോൺ മേടിച്ചൊരു പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് ശരി. അപ്പൊ ഇത് ചാരിറ്റി ചെയ്യുക എന്ന് പറയുന്നത് നമുക്കൊരു സന്തോഷം കിട്ടും, കണ്ണടച്ച് വിട്ടേക്കുക എന്നതിനപ്പുറത്തേക്ക് വളരെ ബുദ്ധിമുട്ട് പിടിച്ച കാര്യമാണ്. എന്ന് മാത്രമല്ല അർഹതയുള്ള ഒരുപാട് പേരുണ്ട്. ഇപ്പൊ മറുനാടൻ ഓഫീസിലേക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്ന പണം ചോദിച്ചാൽ നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും.
നമുക്ക് ഇനി അർഹത ഉണ്ടെങ്കിൽ അത് വളരെ രസമാണ്. വിദേശത്തൊക്കെ ഈ കഴിഞ്ഞ ദിവസം എന്നെ കോണ്ടാക്ട് ചെയ്ത ചൈനയിൽ MBBS പഠിക്കുകയാണ്. അത് 1 വർഷത്തെ ഫീസ് അടയ്ക്കണം, സാർ ഒരു 10 ലക്ഷം രൂപ തരണം. ഇങ്ങനെയുണ്ട്. പൈസ ഇല്ലാതെ ചൈനയിൽ MBBS കൊടുത്ത കാര്യമാണ്. ഇവിടെ MBBS അഡ്മിഷൻ കിട്ടി, സർക്കാർ അഡ്മിഷൻ കിട്ടി, ആ ഫീസ് അടയ്ക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കാൻ പറ്റും. എന്നെ കോട്ടയം എന്നുള്ളത് കാണാൻ പോകും. ഈ അത്യാവശ്യമില്ലാതെ ആരും കാണാൻ അനുവദിക്കുന്നില്ല, സുരക്ഷാ പ്രശ്നമുള്ളത് കൊണ്ട്. അവിടെ ഓഫീസിൽ തന്നെ കൈകാര്യം ചെയ്യുന്നത്. എന്നിട്ട് എന്റെ സുഹൃത്താണ്, ഒരുമിച്ച് പഠിച്ചതാണെന്ന് പറഞ്ഞപ്പോ പിന്നെ ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോ ഞാൻ പിന്നെ അത് മോശമല്ലെന്ന് പറഞ്ഞ് കണ്ടപ്പോ ഒരു സുഹൃത്തുമല്ല, ഇടിച്ച് കയറാൻ വേണ്ടിട്ട് പറഞ്ഞതാണ്. അയാൾ വലിയ ബിസിനസ്സുകാരനായിരുന്നു, ബിസിനസ്സിലാണ് പൊളിഞ്ഞുപോയി. മക്കൾ കോട്ടയത്ത് ഒരു വലിയ സ്കൂളിലാണ് പഠിക്കുന്നത്, ഫീസില്ല. ഫീസ് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ആ കുട്ടിയെ അവിടുത്തെ നല്ല ഹയർ സെക്കൻഡറി സ്കൂളുകളുണ്ട്, എയ്ഡഡ് സ്കൂളുകളുണ്ട്, മൗണ്ട് കാർമൽ അങ്ങനെ ഒന്നുണ്ട്, നല്ല സ്കൂൾ വിട്ടാ പോരെ. അന്തസ്സിന്റെ ചേരത്തിൽ തന്നെ. ഇത് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു പഠിക്കാതിരുന്ന ആളാണ് ഞാൻ. അതെന്താന്ന് വെച്ചാ എന്റെ അപ്പന്റെ അമ്മയുടെ കാശ് കൊണ്ട് പഠിക്കേണ്ടായിരുന്നു തീരുമാനിച്ചു. അന്നേ ഈ അല്പം മട്ടുണ്ട്. അന്ന് ഈ ഞങ്ങളുടെ ഒന്നും കാലത്ത് സ്കൂൾ പഠിക്കുന്ന കാലത്ത് എല്ലാവർക്കും അറിയാം, ചെലവൊന്നുമില്ല. ആ പണം കൊടുക്കേണ്ടത് പണം എന്ന് പറയുന്നത് ഈ ഇടയ്ക്ക് സ്റ്റാമ്പ് കൊണ്ടുതരുന്ന സാർമാർ 25 വയസ്സാകും, അതിന്റെ ചെലവുള്ളൂ, വേറെ ചെലവൊന്നുമില്ല. അപ്പൊ എന്നെ അഭിമാനത്തോടെ ഞാൻ എന്റെ അപ്പനോടും അമ്മയോട് ഞാൻ ആ പണം പഠിക്കാനായിട്ട് സ്റ്റാമ്പിന്റെ പൈസയെ മേടിച്ചിട്ടുള്ളൂ. പക്ഷെ പ്രീ ഡിഗ്രിക്ക് ചേരുമ്പം എരുമേലി എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് കാഞ്ഞിരപ്പള്ളി വന്ന് കോളേജ് തന്നെ വണ്ടിക്കൂലി വേണം. ST 25 വയസ്സേ ഉള്ളൂ, എന്നാലും സ്ഥിരം വേണം. അതുപോലെ അന്ന് എന്തോ ഒരു കമ്മീഷൻ വഴി ഫീസ് ആനുകൂല്യം കിട്ടും. എനിക്കും ഫീസ് ആനുകൂല്യം, ഫീസ് അടയ്ക്കണ്ടായിരുന്നു. കുമാരവിള കമ്മീഷൻ അതിനും മറക്കണ്ട കിട്ടും കേട്ടോ. വരുമാനം കുറവാണ്, സർട്ടിഫിക്കറ്റ് വേണം. വില്ലേജ് ഓഫീസർക്ക് കൈക്കൂലി കൊടുക്കാത്ത തരത്തില്ല. ഞാൻ കൊണ്ട് കൊടുത്തു, പരിശോധിക്കാം. എന്തിനാ കൈക്കൂലിയാ? ശരി, പരിശോധിച്ചോളാം പറഞ്ഞു. എന്റെ അവസാന തീയതിയാ ചെന്നപ്പോ പറഞ്ഞ് പരിശോധിച്ചു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, എഴുതി തന്നാൽ മതി, പരിശോധിക്കാൻ സമയം കിട്ടിയില്ല എന്ന് ഞാൻ കോളേജ് കൊടുത്തു. അത് പറ്റത്തില്ല. എന്നാ അത് മേടിച്ചിട്ട് പോകുന്നത് ഞാൻ അവിടെ സത്യാഗ്രഹം 1 മണിക്കൂർ കഴിയുമ്പോൾ എഴുതി കിട്ടും. അപ്പൊ വലിയ ചെലവൊന്നുമില്ല. അപ്പൊ എന്ത് സംഭവിക്കുന്നതാണ്? ഞാൻ 10ാം ക്ലാസ്സിന്റെ ഒരു പഠനം എന്നിട്ട് ഞാൻ അത്യാവശ്യം കൂലിപ്പണിയൊക്കെ എടുത്ത്, അത് എനിക്ക് നല്ല കൃഷിപ്പണി അറിയാവുന്ന അന്നേ മേസ്ത്രി പണിക്ക് മേക്കാട് പോകുക, അല്ലെങ്കിൽ മണല്, ഒരുപാട് പരിപാടികളുണ്ട്. അങ്ങനെയൊക്കെ ചെയ്ത് ഞാൻ അറിയപ്പെടുന്ന ഒരു കൂലിപ്പണിക്കാരനെ കാശുണ്ടാക്കിയാണ് ഞാൻ പിന്നീട് പഠിച്ചത്. അപ്പൊ ഞാൻ ഓർക്കുന്നത് എന്റെ ഒരു സുഹൃത്ത്, ഞാൻ വലിയ SFI കാരൻ, വലിയ കമ്മ്യൂണിസ്റ്റുകാരാണ്, ഭയങ്കര ആവേശമാണ്. വിപ്ലവം വരും. ഞങ്ങളുടെ നാട്ടിലൊരു പുത്തക്കാവിൽ ഒരു ജോർജ് ചേട്ടനാണ് അവിടുത്തെ ഏറ്റവും നല്ല വീടുള്ള സമ്പന്നൻ. അപ്പൊ വിപ്ലവം വരുമ്പോ ജോർജ് ചേട്ടന്റെ വീട്ടിന്റെ മണ്ടയിൽ കൊടി ഉയർത്തുന്നത് ഞാനാണോ KP ബാബു എന്ന് പറഞ്ഞ എന്റെ സുഹൃത്താണെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അക്കാലത്തെ തർക്കം അങ്ങനെയാണെന്ന് പഠിച്ചിരുന്നു. അന്ന് കൽക്കട്ടയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു സുഹൃത്തുണ്ടായിരുന്നു, കമ്മ്യൂണിസ്റ്റുകാരൻ. അപ്പൊ കൽക്കട്ടയെ കുറിച്ച് മഹാത്മ്യങ്ങളൊക്കെ ഇദ്ദേഹം എന്ന് പറയുമ്പോൾ നമ്മൾ കോരിത്തിരിക്കും. നമുക്ക് അങ്ങ് റഷ്യയൊന്നും സ്വപ്നം കാണാൻ പറ്റത്തില്ല, കൽക്കട്ടയെ പറ്റത്തുള്ളൂ. അപ്പൊ ഞാൻ ഈ കൂലിപ്പണി എടുത്ത ശരിക്കും അത്ര കാശ് ആവശ്യമില്ല. കാരണം ഈ കൂലിപ്പണിക്ക് ഒരു കുഴപ്പമാണ്. നമ്മൾ ഈ നാട്ടുപുറത്തൊക്കെ എന്തെങ്കിലും ഒരു പരിപാടി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആളുകളെ കുളിക്കും. കാരണം അത് കൂലിപ്പണിക്ക് ആളെ കുറവാണ്. ഇപ്പൊ ഞാൻ അറിയപ്പെടുന്ന കൂലിപ്പണിക്കാരൻ, എനിക്ക് ആവശ്യമില്ലെങ്കിലും പോകേണ്ടി വരും. കുരുമുളക് കഴിക്കുന്ന സമയത്ത് കുരുമുളക് പഴുത്തു പോകും, കാപ്പിപ്പൊടി കഴിക്കുന്ന സമയത്ത് കാപ്പിപ്പൊടി കഴിച്ചു പോകും. അപ്പൊ ഈ പറയുന്ന എന്റെ സുഹൃത്ത്, കമ്മ്യൂണിസ്റ്റുകാരനായ സുഹൃത്ത് എന്നോട് കടം ചോദിച്ചു. ഞാൻ കടം കൊടുക്കുമായിരുന്നു. കുറെ കഴിയുമ്പോൾ ഞാൻ ചോദിച്ചു, അല്ല ചേട്ടൻ ഏതെങ്കിലും പണിക്കൊക്കെ പോകുന്നത് ഞാൻ എന്നോട് പോന്നാ പോലെ ഇവിടെ അത് അന്തസ്സിന് ചേരുന്നല്ലോ. ഏതാ കൂലിപ്പണി എടുത്ത് എന്റെ കാശ് മേടിച്ചിട്ട് എന്നോട് പറയുകയാണ്. അപ്പൊ ഞാൻ ഇതിലേക്ക് കിടക്കുന്നില്ല, അത് എന്തോ പറഞ്ഞു വന്നു പോയാൽ വഴിമാറി പോകുന്നു. എന്തായാലും ഈ കാലത്ത് ചാരിറ്റി ചെയ്യുക എന്ന് പറഞ്ഞാൽ മഹത്തായ ഒരു കാര്യമാണ് എന്ന് സൂചിപ്പിച്ചത് മാത്രം. അത് ചെയ്യാൻ ഒരുപാട് സൂക്ഷ്മത വേണം. നമ്മളെ കെണിയിൽ ആക്കാൻ ഒരുപാട് ആളുകൾ കാത്തിരിക്കും. അപ്പൊ ഇങ്ങനെയൊരു മഹത്തായ കാര്യം ചെയ്യുന്ന ഈ സേവാശക്തി ഫൗണ്ടേഷനോടൊപ്പം നിൽക്കാൻ വലിയ സന്തോഷമുണ്ട്. ഈ പരിപാടിയിൽ എന്നെ ക്ഷണിച്ചതിന്, ഇതിന്റെ ഭാഗമാക്കിയതിനൊക്കെ നന്ദിയുണ്ട്. ഇത് വളർന്ന് പന്തലിച്ച് നിസ്വാർത്ഥമായ ഒരു പ്രസ്ഥാനമായി വളരട്ടെ എന്ന് ആശംസിക്കുന്നു. എക്കാലവും ഒപ്പം ഉണ്ടാവും. ജയ് ഹിന്ദ്.